അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1454 ജന്മദിന ദിവസമാണ് നമുക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവ്, സത്യത്തിൻ്റെയും സൽവഴിയുടെയും അന്തസ്സിൻ്റെയും ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും മതമായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവാചകൻ. ഈ നാട്ടിലെ ഓരങ്ങളിലും തീരങ്ങളിലും കുന്നുകളിലും മേടുകളിലും ആ പ്രവാചകൻ്റെ മദ്ഹ് കീർത്തനങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെക്കുറിച്ചിടത്തോളം ഈമാനിൻ്റെ ഡെഫിനിഷൻ തന്നെ തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബിഹി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായും അംഗീകരിക്കുക എന്നതാണ്. അവിടുത്തെ ചര്യകൾ, അവിടുത്തെ കൽപ്പാദങ്ങൾ പിൻപറ്റുകയും അവിടുത്തെ മദ്ഹുകളും നിരന്തരമായി നമ്മൾ ഓർക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുഅ്മിനായിത്തീരുന്നത്. ആ പ്രവാചകനെ ഓർക്കാതിരിക്കാനും ആ പ്രവാചകൻ്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കാതിരിക്കാനും ആ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങൾ പിന്തുടരാതിരിക്കാനും ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും. ഹയാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് ഞാൻ പലതും പറഞ്ഞു തരുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് ഹയാത്തി ഖൈറുല്ലക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വ മമാത്തി ഖൈറുല്ലക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ടും അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടും നമുക്ക് ഒരുപാട് ഉന്നതിയിലെത്താൻ കഴിയും എന്നതാണ്. മമാത്തി ഖൈറുല്ലക്കും എന്നതിന് മറ്റൊരു വിശദീകരണം പറയുന്നത് തുഅറളു അലയ്യ അഅ്മാലുക്കും തുഅറളു അലയ്യ അഅ്മാലുക്കും തുഅറളു അലയ്യ സ്വലാത്തുക്കും. നിങ്ങൾ ചെയ്യുന്ന സ്വലാത്തുകൾ, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ, അതൊക്കെ എനിക്ക് എടുത്തു കാണിക്കുമെന്നാണ്. തുഅറളു എന്നാൽ അറബി പദമാണ്. പഴയ അറബി മാറിയിട്ട് തുഅറളു എന്നത് മോഡേൺ അറബിക്കിലാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ തുഅറളു എന്ന് പറഞ്ഞാൽ സംപ്രേക്ഷണം ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഫസയറല്ലാഹു അമലക്കും വ റസൂല, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹും റസൂലും കാണുന്നുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന സ്വലാത്തുകളും മറ്റും അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ എടുത്ത് കാണിക്കും, സംപ്രേക്ഷണം ചെയ്യും. എന്നിട്ട് ഞാനത് കണ്ട് ആസ്വദിക്കും, ഞാൻ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സന്തോഷിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിക്കുന്ന മാർഗമാണ് നാം ചെയ്യുന്ന നല്ല അമലുകളും നാം ചെല്ലുന്ന സ്വലാത്തുകളുമൊക്കെ. അതിനൊന്നും ഭാഗ്യം കിട്ടാത്ത ഹതഭാഗ്യരായ ഒരുപാട് ആളുകളുണ്ട്. അവരെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാൻ, അവർക്കൊക്കെ നല്ല വഴി ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഏറ്റവും അധികം വേദനിച്ചതും വിഷമിച്ചതും കരഞ്ഞതും ഇബ്ലീസാണ്. ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നത് മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ പെടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1454 ജന്മദിനത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് നമ്മൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു നേതാവ്, പറഞ്ഞാലും തീരൂല. നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ എത്രയോ അപ്പുറം അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ബുദ്ധിജീവികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. നായ തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞപ്പോൾ
ഇസ്ലാം ഫണ്ടമെൻ്റലിസമാണ്, ഓർത്തഡോക്സ് ആണ്, അതുപോലെ തന്നെ കാലത്തിന് പറ്റാത്തതാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചവർ, ഔട്ട് ഓഫ് ഫാഷനാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച ആംഗ്ലേയ സാഹിത്യകാരന്മാരടക്കം അത് പരിശോധിച്ചു നോക്കിയപ്പോൾ നായയുടെ വായിൽ നിന്നുറ്റുന്ന ഒരു തരം ദശയിൽ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിച്ചപ്പോഴാണ് വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ അതിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് മെഡിസിൻ ഇട്ട് നോക്കിയിട്ടും 20യേക്കാൾ മാരകമായ മെഡിസിൻ ഇട്ട് നോക്കിയിട്ടും ചാകുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരല്പം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടപ്പോൾ ആ ജീവികളൊക്കെ, ആ അണുക്കളൊക്കെ ചത്തുപോയ സംഭവം കണ്ടപ്പോഴാണ് ഡോക്ടർ ജോർജ് ബെർനാഷ, അതുപോലെ ഡോക്ടർ ജെ എബ്രഹാം തുടങ്ങിയവർ പറഞ്ഞത് മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫക്റ്റ് ബട്ട് ആൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, വേൾഡിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇലക്ട്രറ്റ് ആൻഡ് ഇഗ്നറൻ്റ്, എഴുത്തും വായനയും നമ്മളൊക്കെ പഠിച്ചതുപോലെ പഠിക്കാതെ അള്ളാഹുവിൽ നിന്ന് എല്ലാം ഈ ലോകത്തിൻ്റെ നദ്ധാന പതനങ്ങൾ, ജയാപജയങ്ങൾ, കയറ്റിറക്കങ്ങൾ, സംഭവിച്ചു കഴിഞ്ഞതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും മുൻകൂട്ടി കാലെക്കൂട്ടി പറഞ്ഞു തന്നുകൊണ്ടാണ് ഹബീബ് തങ്ങൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയത്. മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാതിരിക്കാൻ, അവിടുത്തെ ജന്മദിനം സന്തോഷത്തോടെ കൊണ്ടാകാതിരിക്കാൻ ആരെക്കൊണ്ടാണ് കഴിയുക? ആ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതൊക്കെ വലിയ ഫലമുള്ളതാണ്. പറ്റില്ല, അത് ആയത്തില്ല, ഹദീസില്ല എന്ന് പറയുന്നവർ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആയത്തും ഹദീസും മാത്രം നോക്കി നടക്കുന്ന ഒരുപാട് കൂപമണ്ഡൂകങ്ങളായ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ നമ്മുടെ ഇടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി നമ്മുടെ നേതാവാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരൻ. ഹിദായത്തിൻ്റെ വെളിച്ചം നമുക്ക് കാണിച്ചു തന്നാൽ, അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ മക്കയിലെത്തിയാൽ, മദീനയിലെത്തിയാൽ അവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ആ മഹത്തായ ഹുജറ ഷരീഫിൻ്റെ മുൻഭാഗത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത്. നിങ്ങളൊരിക്കലും ശബ്ദത്തിൽ ഇവിടെ സംസാരിക്കാൻ പാടില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ ഉച്ചത്തിൽ പറഞ്ഞു പോകരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അൻതഹ്ബത അഅ്മാലുക്കും, നിങ്ങളെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകൂട്ടോ. അത്രമാത്രം ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിച്ചത്ര ലോകത്താരാ ബഹുമാനിച്ചിട്ടുള്ളത്? ഒരാളുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ ഖുർആനിൽ ഒരിടത്ത് പോലും യാ മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല. യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ത്വാഹ, യാസീൻ എന്നുള്ള പേരല്ലാതെ വിളിച്ചിട്ടില്ല. യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ഈസ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കളെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അള്ളാഹു റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിച്ചതിൻ്റെ, സ്നേഹിച്ചതിൻ്റെ ഒരു ചെറിയ പകർപ്പാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു തന്നത്. ഹബീബിനോടുള്ള മഹബത്ത് മാത്രമേ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാൻ നമുക്ക് മുന്നിലുള്ള പ്രധാന ഘടകമുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ മദ്ഹ് എല്ലാവരും പങ്കെടുക്കുകയും അതിൽ ഭാഗവക്കാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നബിദിനാശംസകൾ കൈമാറുന്നു. അള്ളാഹു നമുക്ക് ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.